അതായത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, വളരെ വിപുലമായ ചർച്ച നടത്തിയിട്ടുണ്ട്. യുനാനിമസായി ഒരാൾ പോലും എതിർക്കാതെ മുഴുവൻ പേരും അനുകൂലിച്ച് ഒരു തീരുമാനം വന്നു. ആ തീരുമാനം നടപ്പാക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. ആ തീരുമാനം ഫൈനലായിട്ട് നടപ്പാക്കാൻ അതിന് വളരെ ചർച്ചയൊക്കെ ആവശ്യം. വെറുതെ കയറി അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഒരു 30 ശേഷം ഏതാണ് എന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞാൽ ശരിയല്ല. മുൻ അനുഭവങ്ങളാണ് ഇതിനൊക്കെ കാരണം കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു. UDFിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് എന്നെ ആദ്യം തിരുവനന്തപുരത്ത് വിളിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരുത്തി. എറണാകുളത്ത് നിന്ന് അവിടെ ആലുവ പാലസ് വേണമെന്ന് പറഞ്ഞ് ആലുവ പാലസിൽ നിന്ന് നെടുമ്പാശ്ശേരി ഫ്ലോറ ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. തിരിച്ച് കോട്ടയത്ത് വന്നപ്പം മുന്നിൽ കൂട്ടാൻ പറ്റുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി മാസം നമ്മുടെ KPC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു കത്ത് കൊടുത്തിരുന്നു. എല്ലാവർക്കും അറിയാം. ഇതുവരെ അന്ന് മറുപടി തന്നിട്ടില്ല. ഉമ്മൻചാണ്ടി സമ്മതിക്കില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഏതാ ശരിയെന്ന് എനിക്കറിയില്ല. ഞാൻ മുല്ലപ്പള്ളിയോട് സംസാരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഒരു കത്തോലിക്ക വിരുദ്ധനാണ്. അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് നമ്മുടെ K. മുരളീധരൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ വർഗീയവാദിയാണ്. വർഗീയവാദിയും ഗ്രൂപ്പിസ്റ്റുമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തകർച്ചയും നാശവും ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ ഗ്രൂപ്പല്ലാതെ അതിനപ്പുറത്ത് കോൺഗ്രസ് ഇല്ല. ഇപ്പോൾ ഡൽഹിക്ക് വിട്ടിട്ടും പോകാല, ഇവിടെ കിടക്കുക. ഇവിടെ കോൺഗ്രസ് അകത്തൊരു 3 ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുകയാണ് ജോലി. എന്തൊരു കഷ്ടകാലമാണ്. സോളാർ ഇഷ്യൂയിൽ ഞാൻ മിണ്ടാതിരുന്നതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി ജയിലിൽ പോകാതിരുന്നത്. പിന്നെ വർത്തമാനം വേണ്ട കാര്യം. ഞാൻ മിണ്ടിയാൽ ഞാനെല്ലാം കണ്ടതും അറിയുന്നതല്ല. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും വ്യക്തികളെ ആക്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിശദാംശം ചെയ്യാൻ കിടക്കുന്നില്ല. അതൊന്നും ഇതിനകത്തൊരു പ്രശ്നമല്ല. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവശുദ്ധി എത്ര ഉണ്ടെന്നുള്ളതെല്ലാം ജനത്തിന് ബോധ്യമായ സംഭവം. അതൊക്കെ സത്യമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും പത്തനംതിട്ട മാത്രമായിട്ട് നോക്കണ്ട. പത്തനംതിട്ടയ്ക്ക് എന്താ പ്രാധാന്യം? കേരളത്തിലെ 20 നിയമമണ്ഡലത്തിലും ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ജനങ്ങളോട് അഭ്യർത്ഥിക്കും. വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്ന സംശയം വേണം. പ്രത്യേകിച്ച് തുഷാറിനെ BJP വഞ്ചിച്ച ഒരു ചരിത്രം ഒപ്പമുണ്ട്. ആ സാഹചര്യത്തിൽ NDAയുമായിട്ട് ചർച്ച നടത്തുന്ന എത്രയോ ശുഭപ്രതീക്ഷ എനിക്ക് മനസ്സിലായി. തുഷാറിന് രാജ്യസഭാ സീറ്റ് അടക്കം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് നൽകിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാനെങ്ങനെ പറയും? മീഡിയ ഏതെങ്കിലും ഒരു മുന്നണി നേതൃത്വം കക്ഷി വാക്കുവ്യത്യാസം ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് എഗ്രിമെൻ്റ് ഉണ്ടായി കാണില്ല. ഉണ്ടായെങ്കിൽ ചെയ്യാതിരിക്കാം. എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യം പറയാനുമില്ല. അങ്ങ് സ്വീകരിക്കുന്ന നിലപാടിൽ അങ്ങയുടെ പാർട്ടിയിലൊപ്പം ഉള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് ഒരാൾ പോലും കാണുകയില്ല. എൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. പൂർണ്ണമായ അനുകൂലം. ആകെ ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രം. അയാൾ സ്റ്റേറ്റ് കമ്മിറ്റിയുള്ളതല്ല. അയാൾ വന്നുകൊണ്ട് കയറ്റിയിരുന്നത് പഞ്ചായത്ത് മെമ്പറാണ്. അയാൾ പറഞ്ഞ് എനിക്ക് CPM ആണ് ഇഷ്ടമെന്ന്. അയാളുടെ CPM-ആയിട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. വിശ്വാസികളെ അടിച്ചു തകർക്കുന്ന പിണറായിയായിട്ട് എങ്ങനെ ബന്ധം? അതുതന്നെയല്ല പിണറായി ഉമ്മൻചാണ്ടിയും കൂടെ കൂടിക്കൊണ്ടാണല്ലോ നമ്മൾ ഒരു മുന്നണി കിട്ടാൻ സമ്മതിക്കാത്ത കളിക്കുന്നത്. ആ പിണറായി എടുത്ത് പോകണമെന്ന് നീ പൊക്കോളാൻ പറഞ്ഞ് ഇറക്കി വിട്ടു. ആകെ ഈ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്. അയാൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറല്ല, നമുക്ക് CPM ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇടതുപക്ഷമായിട്ട് ഒരു ചർച്ച ഒരിക്കലും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷവും UDFും മാറി നിൽക്കുന്ന സ്ഥിതിക്ക് എല്ലാവരും രണ്ടുപേരും ചർച്ചയ്ക്ക് സാധ്യതയുള്ള സ്ഥിതിക്ക് അത് പല ഭാഗങ്ങളുണ്ടെന്നേ. കോൺഗ്രസിന് പല നേതാക്കന്മാർ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പല നേതാക്കന്മാരും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് ഒരു തീരുമാനം ഉണ്ടാകും. ഞാൻ പറഞ്ഞ ഇതെല്ലാം ഉൾപ്പെടെയാണ് ചർച്ച. വേറെ ചർച്ച വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാ വശങ്ങളും നോക്കിക്കണ്ടാലും ഒരു തീരുമാനം ഉണ്ടാകുക.